ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം പെരുന്നാളിന് കിട്ടിയ ഇറച്ചിയാണ് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് നോക്കാം കേട്ടോ. 2-3 സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇറച്ചി അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് നേരാക്കണ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതിൻ്റെ വേണ്ടാത്ത വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എവിടെ കണ്ടാലും അത് എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നന്നാക്കി കഴിഞ്ഞാൽ കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അപ്പോൾ എല്ലാ ഇറച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയാണ് മുറിച്ച് കഴിഞ്ഞത്. അതിൻ്റെ ഇടയിൽ കൂടെ കറണ്ടും പോയി. അപ്പോൾ എല്ലാതും നേരാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മാത്രം ഇപ്പോൾ എടുത്തിട്ട് ബാക്കി അങ്ങനെ ഫ്രീസറിൽ കയറ്റിയേക്കാന്ന് വെച്ചിട്ട് ഒക്കെ നന്നാക്കണം കേട്ടോ. എന്നാൽ പിന്നെ അതിന് നിൽക്കണ്ടല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇറച്ചീൻ്റെ ഉള്ളിൽ 2-3 കഷ്ണം ലിവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ലിവറിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് തനിച്ച് എടുത്ത് വെച്ചു കേട്ടോ. ഈ ഇറച്ചിയിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും, ഒരു പച്ച ചുവയ്ക്കായിട്ട്. അപ്പോൾ ഞാനത് തനിച്ച് വേറെ എടുത്ത് വെച്ചു കേട്ടോ. ഒരു ദിവസം നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇറച്ചി നന്നാക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഒക്കെ കഴുകി കുറച്ച് ഫ്രീസറിൽ വെച്ചു കേട്ടോ. ബാക്കി എടുത്തിട്ട് ഇപ്പോൾ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അച്ചാറും ഇടണം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പെരുന്നാളിന് വീട്ടിൽ പോയപ്പോൾ അവിടെ ഇറച്ചി കിട്ടിയത് ഉച്ചക്ക് ചോറ് തിന്നലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെട്ടാൻ നിന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ വെട്ടി. അപ്പോൾ ഞാൻ വെട്ടുന്നതിന് സ്പീഡും ഇല്ല, വെട്ടിയിട്ടാവണമില്ല കേട്ടോ. അപ്പോൾ നാത്തൂന് കണ്ട് നിന്നിട്ട് ഒരു എരുമടക്ക് പോകാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു ഞാൻ വെട്ടിക്കൊള്ളാൻ പറഞ്ഞിട്ട് ഒളിൻ്റെ അടുത്തുനിന്ന് വാങ്ങി വെട്ടിട്ടോ. വേഗം കഴിഞ്ഞു കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, ഞാൻ ഇറച്ചിയും കൊണ്ട് മണിക്കൂർ കണക്കിന് ഇരിക്കൂട്ടോ നന്നാക്കാൻ. അപ്പോൾ മോളാണെങ്കിലും വേഗം നന്നാക്കും. എനിക്ക് അത് ശരിക്കും വെട്ടിയെടുത്ത് ഇതാക്കുമ്പോഴത്തേന് ഒരുപാട് നേരമാകും. അപ്പോൾ അവൾ കണ്ടിട്ട് വേഗം വാങ്ങി വെട്ടിട്ടോ. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ആകും ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇറച്ചി 2-3 വിസിലൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇളയതായതുകൊണ്ട് വേഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ച് എടുത്തിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് ചില്ലിക്ക എടുക്കുന്നുണ്ട്. അതിന് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കോൺഫ്ലവർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ടാണ് കേട്ടോ ഞാൻ ഇറച്ചിയിട്ട് അച്ചാറിടുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒക്കെ ഇറച്ചി കിട്ടുമ്പോൾ പൊതുവേ നമ്മളെ വീട്ടിൽ ഫ്രിഡ്ജില്ലാത്ത കാരണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിരിക്കും വെക്കുന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് 2-3-4 ദിവസമൊക്കെ നിന്ന് പോകുമ്പോഴും സമയമൊക്കെ ആവും കേട്ടോ. എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഇറച്ചിയിൽ ബ്ലഡ് ഉള്ളത് അങ്ങനെ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് അതിനൊരു ടേസ്റ്റ് വ്യത്യാസവും വരുന്നുണ്ട് കേട്ടോ. അതെനിക്ക് അതിൻ്റെ ചുവയും കാര്യങ്ങളും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇറച്ചി വെച്ച് കഴിഞ്ഞാലും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ വർഷം ഞങ്ങളിങ്ങനെ വീട് മാറിയ സമയത്തൊക്കെ ആയപ്പോൾ അവിടെ കുറച്ച് സമയം ഫ്രീ ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും മോനും കാക്കി മാത്രമല്ല ഉണ്ടായിരുന്നു. അപ്പോൾ വീട് ഒന്നുകൂടി ചെറുതും തയ്ക്കാനും ഒക്കെ ഇല്ലാതിരുന്ന സമയത്ത് ഇറച്ചി കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഇറച്ചി എടുത്തിട്ട് ചില്ലി ഉണ്ടാക്കി, ബാക്കി അച്ചാറും ഉണ്ടാക്കി. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഇറച്ചി ഇതിൽ തീർന്നതെന്ന് തന്നെ അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ അത്ര പെട്ടെന്ന് തീർന്നു കേട്ടോ. അപ്പോൾ ഈ വർഷം അതേപോലെ തന്നെ അറ്റത് ഇറച്ചി കാണുമ്പോൾ തന്നെ നമുക്ക് 2-ആഴ്ചയൊക്കെ ഇങ്ങനെ ഇറച്ചി ഇരുന്നിട്ട് ഭയങ്കര ഒരു മടുപ്പും കാര്യങ്ങളല്ലായിരുന്നു. അപ്പോൾ കുറച്ച് ചില്ലി ഉണ്ടാക്കി ബാക്കി അച്ചാറും ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഇറച്ചി കഴിയും കേട്ടോ. ബാക്കിയുള്ളത് അങ്ങനെ ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോൾ ഞാൻ അച്ചാറിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം ഒക്കെ ഇട്ടത് കാരണം ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ചില്ലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇറച്ചിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇറച്ചി ഇവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. 3 വിധാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ലിവർ 2-3 കഷ്ണമുള്ളത് അതും ചെറുതാക്കി അരിഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കപ്പക്കൂട്ടിനുള്ളത് കേട്ടോ. പിന്നെ ഇറച്ചി ഇതുള്ളൂ കേട്ടോ. ഇങ്ങനെ 3 വിധാക്കിയിട്ട് ഞാൻ തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചീനച്ചട്ടിയിലുള്ളത് അങ്ങനെ ഫ്രീസറിൽ കെട്ടി വെക്കണം. മറ്റേതൊക്കെ കവറിൽ കെട്ടിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കപ്പ എന്തെങ്കിലും വാങ്ങിയിട്ട് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ബീഫൊക്കെ നല്ല വെന്ത്
മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ബീഫ് മൊരിച്ച് നല്ല ചില്ലി ഉണ്ടാക്കിയാൽ മോള് തിന്നൂല കേട്ടോ. മോൾക്ക് ചിക്കനുള്ളൂ ഇഷ്ടം. ബീഫിൻ്റെ എന്തെന്നെ ആണെങ്കിലും തിന്നൂല. ബീഫ് ബിരിയാണി തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയൊക്കെ വെച്ചാൽ നല്ല ഇഷ്ടമാണ്. ബിരിയാണിയൊക്കെ നല്ലോണം തിന്നും, പക്ഷേ ബീഫ് തിന്നുകയില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ഇറച്ചി പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബീഫ് വേവിച്ചിട്ട് പൊരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എണ്ണ നല്ല കുടിക്കും കേട്ടോ. അപ്പോൾ അത്ര എണ്ണ ഒഴിച്ചിട്ട് ഇതുള്ളൂ കേട്ടോ ബാലൻസ് വരുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ ഉള്ളി കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലിവർ കഴിച്ച് കഴിഞ്ഞാൽ ഇറച്ചി മടുക്കുന്നു ഒക്കെ ഒരു കഥ പറയുന്നേക്കാം കേട്ടോ. അപ്പോൾ അതൊരു സത്യമാണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. എന്താ വെച്ചാൽ ചെറുതിലൊക്കെ ഇറച്ചിയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അന്നൊക്കെ നമുക്ക് ഇറച്ചീൻ്റെ പുറമെ ലിവർ എല്ല് ഇതൊക്കെ തനിച്ച് തൂക്കത്തിൻ്റെ പുറമെ കുറച്ചൊക്കെ ഇടുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ലിവറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ മറ്റേ ഇറച്ചിയൊന്നും അധികം തിന്നൂല. ഞാൻ ഇത് തന്നെ അധികം എടുത്ത് തിന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെ ബീഫൊക്കെ കഴിക്കുകയാണെങ്കിൽ പോലും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. അതിൽ കൂടുതലൊന്നും തിന്നൂല. അപ്പോൾ ഒരു മടുപ്പ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഓർമ്മ വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ പറയുന്നത് കേട്ടോ. ഇറച്ചിക്കൊക്കെ നല്ല ആർത്തിയും ഇറച്ചി നല്ലവണ്ണം തിന്നണ കുട്ടികൾക്കൊക്കെ ഇറച്ചീൻ്റെ ആ ഒരു അതിനോടുള്ളൊരു ഇഷ്ടം കുറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലിവർ വെച്ച് കൊടുക്കും. അപ്പോൾ ഇറച്ചിനോട് മടുപ്പ് തോന്നും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ചിലപ്പോൾ നമുക്ക് ഇറച്ചിനോട് അത്ര ഇഷ്ടം തോന്നാത്തത് ഇപ്പോൾ അങ്ങനെ തിന്നുകൊണ്ടായിരിക്കും തോന്നിയിട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചില്ലിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കാണാനും നന്നായിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മൊരിഞ്ഞ ബീഫിൻ്റെ കൂടെ ആ ഉള്ളിയും പച്ചമുളകിൻ്റെയും കൂടി ആ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഉള്ളിയും ബീഫും കൂടെ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ ചില്ലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അച്ചാറിനുള്ള ഇറച്ചി പൊരിച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി തന്നെ. അപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയ ബീഫിൻ്റെ രണ്ടാമത് ഉണ്ടാക്കിയ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ചില്ലി ഉണ്ടാക്കി, പിന്നെ അച്ചാർ കേട്ടോ. അപ്പോൾ അച്ചാറൊക്കെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുപ്പിയിലാക്കി വെക്കാം. അപ്പോൾ മോൾക്കും കുറച്ച് കൊടുക്കണം, വീട്ടിലും കുറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പെരുന്നാളിന് മോൾ ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് അവൾക്ക് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അച്ചാറിട്ട് കഴിഞ്ഞിട്ട് കുപ്പിയിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുപ്പി തിരഞ്ഞ് നോക്കുമ്പോൾ കുപ്പി കാണാമല്ലോ കേട്ടോ. കുപ്പിയൊക്കെ വേറെ ചോട്ട കുപ്പികളാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ അതാണ് കേട്ടോ ഒരു പ്രശ്നം. മറ്റേത് കടയിൽ എന്തെങ്കിലും കുപ്പികളുണ്ടെങ്കിൽ മക്കളെ പറഞ്ഞാച്ച് വേഗം ഈ ബോട്ടിലുകളൊക്കെ വേഗം എടുത്ത് കൊണ്ടുവരിപ്പിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അതൊന്നും കിട്ടാൻ വഴിയില്ല. അതുകൊണ്ട് ചെറിയ കുപ്പികളാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാൻ ലിവർ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഉലുവ ഒക്കെ ഇട്ടിട്ട് ചെറിയുള്ളിയും കുറച്ചിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് യൂട്യൂബിൽ നോക്കിയതാണ് കേട്ടോ എങ്ങനെയാണ് വെക്കുന്നതെന്ന്. ഇത് കുരുമുളകൊക്കെ ഇട്ടിട്ട് വറ്റിച്ചെടുക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ, എങ്ങനെ വെക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല 2-3 വിസലിന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ തീരെ ഇല്ല കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഉണക്കമുളകും പൊട്ടിച്ചിട്ടിട്ട് ചെറിയുള്ളി കേട്ടോ, കുറച്ച് അധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം കുറച്ച് കുരുമുളകും, കുറച്ച് അധികം ഇടണം, പക്ഷേ ഞാൻ കുറച്ച് ഇട്ടുള്ളൂ. മൂപ്പർക്ക് കൊടുക്കുകയാണെങ്കിൽ എരിവ് കൂടുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ ലിവറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലൊന്നും മുരിച്ചെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ കുരുമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ വേവുന്നതിൻ്റെ ആ ഒരു സ്മെല്ല് നല്ല ഇതുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ ഉപ്പാക്കൊക്കെ ഇങ്ങനെ ലിവർ വരട്ടുമ്പോൾ ഞാൻ തിന്നലുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഈ മക്കൾക്ക് ഇഷ്ടാവുമോ ഇല്ലേന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിത് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണല്ലോ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാനിതൊക്കെ മൊരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തിന്നാൻ. അപ്പോൾ ഞാൻ 2 കഷ്ണം എടുത്തിട്ട് മോനിക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഒരു കഷ്ണം മതിയായിരുന്നു തിന്നിട്ടുണ്ടോ. ഇത് എന്തൊരു ടേസ്റ്റാണ്, ഇതൊരു രസമില്ല എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് എന്താണോ ഞാൻ നല്ല ഇരുന്ന് തിന്നു കേട്ടോ. തിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വയറിൻ്റെ ഉള്ളിലൊരു പുകച്ചിലും കാര്യങ്ങളൊക്കെ എരിവ് കാരണം കേട്ടോ.
അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാക്കാക്ക് കൊടുക്കേണ്ട കാരണം കേട്ടോ. എന്നാൽ തന്നെ നല്ല എരിവുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ 2 കഷ്ണം അങ്ങനെ തിന്നുകൊണ്ട് ഇരുന്നിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ച് ഞാൻ കാക്കാക്ക് എടുത്ത് വെച്ചു. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് ചോറ് കൊടുക്കുന്ന സമയത്ത് കൊടുത്തപ്പോൾ മൂപ്പർക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എരിവിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ തിന്നൊക്കെ ചെയ്തു. അത് തന്നെ തിന്നിട്ട് എരിവ് വലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ ഉണ്ടാക്കണം തിന്നണം എന്നൊക്കെ ഇങ്ങനെ ഒരു തോന്നൽ. അപ്പോൾ അത് കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.